ഹലോ. അപ്പം നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നു കേട്ടോ. മീനാണ് കേട്ടോ. എന്ന് വെച്ചാൽ നച്ചറ എന്നാണ് പറയണത്. ഇവിടെ നച്ചറ എന്നൊക്കെ സൈഡിലൊക്കെ നിറയെ മുള്ളുള്ളൊരു മീനാണ് കേട്ടോ. രണ്ട് സൈഡിൽ നിറയെ മുള്ളാണ്. ഈ മുള്ള് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കഴപ്പായിക്കോളൂ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഇത് നന്നാക്കാനൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ നച്ചറ എന്ന് പറഞ്ഞ മീൻ തന്നെ കാണുന്നത്. ഇവിടെ വന്നേ പിന്നെയായിട്ട് ഞാൻ നച്ചറൊക്കെ കഴിക്കാൻ പോയത്. പിന്നെ ഇന്ന് ചേട്ടന് പണിയൊന്നും ഇല്ലാത്ത കാരണം ചൂണ്ടിടാൻ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. എനിക്കിത് നന്നാക്കാൻ അറിയാത്ത കാരണം ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ ഭയങ്കര ഹാർഡാണ്. അതുകൊണ്ട് പറിച്ചെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ ചേട്ടനോട് തന്നെ പറിക്കാനായിട്ട് കൊടുത്തു. ചേട്ടൻ തന്നെ ഉണ്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. മുഴുവൻ ചേട്ടൻ തന്നെ ക്ലീൻ ചെയ്തെടുത്തു. ബാക്കി കഴുകി വൃത്തിയാക്കി ഇതുണ്ടാക്കണമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്കിത് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അവിടെ ഈ മീൻ എന്താണ് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കരിമീൻ പോലെ ഇരിക്കുന്ന മീനൊക്കെ കേട്ടോ. കരിമീൻ പോലെ ഉണ്ട്. എന്നാൽ കരിമീനാണ് നച്ചറ എന്നാണ് ഇവിടെ പറയണത്. നിങ്ങളുടെ അവിടെ ഈ മീൻ എന്താണ് പറയണമെന്ന് എനിക്കറിയില്ല. ഇതിന് മുഴുവനും കഴുകിയെടുക്കാം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം. എന്നാലും അതിൻ്റെ അഴുക്ക് പോകുള്ളൂ കേട്ടോ. അത് പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനാണല്ലോ. അപ്പോൾ നല്ല അഴുക്ക് കാണും. അപ്പോൾ 3-4 പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കണം. ഈ മീൻ മുഴുവൻ നമ്മൾ വറുക്കാനാണ് കേട്ടോ പോകുന്നത്. കറി വെക്കണില്ല. കറി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. വറുത്ത് കഴിഞ്ഞാൽ മീൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുഴയിലെ മീനൊക്കെ എപ്പോഴും നമുക്ക് വറുത്ത് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബോർഡൊന്ന് കഴുകിയിട്ട് അടുത്തത് നമുക്ക് ഈ മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല വീതിയുള്ള മീനാണ്. നല്ലപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം. മുളകൊക്കെ ഇങ്ങനെ പിടിക്കാനായിട്ട് നല്ലപോലെ ഇതുപോലെ ഇങ്ങനെ ഇടവിട്ടിങ്ങനെ വരഞ്ഞ് കൊടുക്കണം. അപ്പുറത്തെ വശം ഇതുപോലെ നമുക്ക് വരഞ്ഞ് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കാം. എല്ലാം നല്ല വീതിയുള്ള മീനുകളാണ് കേട്ടോ. ചെറിയ മീനുകളായാൽ പോലും നല്ല വീതിയുള്ള മീനുകളാണ് കേട്ടോ. ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് ഇടാം. ഞാൻ മീൻ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചേട്ടൻ വന്നതാണ് കേട്ടോ. ചേട്ടൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ വേണ്ടി ഇടയിൽ വന്നതാണ്. അതാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പം എല്ലാ മീനും ഇതുപോലെ നമുക്ക് പറക്കി എടുത്ത് ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇടയിൽ വന്ന് ചായ ചോദിക്കും. ഞാനിത് വരഞ്ഞുകൊണ്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് ചായ ചോദിക്കണേനാണ് കേൾക്കുന്നത്. അതാണ് എനിക്ക് കുറച്ച് സമയം എടുക്കണത്. ചായയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഞാൻ ഇതിന് വരഞ്ഞിടണേ കേട്ടോ. അതെപ്പോഴും ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈക്കിൽ ചായയും ചോറും ചോദിച്ച് വരുന്നത്. നേരത്തെ നമുക്ക് മസാലകളൊക്കെ ചേർക്കാം കേട്ടോ. ആദ്യം മുളക് പൊടി ചേർക്കാം. ഒരു 2-3 ടീസ്പൂൺ ഇടാം കേട്ടോ. മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാനായിട്ട്.
മുളക് പൊടി അത്യാവശ്യം ഇടുന്നത് നല്ലതാണ് ഒരു എരിവിനും, പിന്നെ ഒരു കളറിനും, കുറച്ച് കളറിനും എരിവിനൊക്കെ വേണ്ടി അത്യാവശ്യം ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം മീനുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2-3 മീനുള്ളെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഇപ്പോൾ കുറേ മീനുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം മുളക് പൊടിയായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, അരച്ചെടുത്തതാണ് കേട്ടോ. ഇത് വറക്കുമ്പോൾ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നത്. ചെറിയൊരു ടേസ്റ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റും കിട്ടും നമുക്കതിൻ്റെ. അടുത്തത് ഗരം മസാല ഉണ്ട്. ഗരം മസാല നമുക്ക് ഇതുപോലെ തന്നെ ക്വാണ്ടിറ്റി അനുസരിച്ച് തന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ 2-3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് ടീസ്പൂണാണ് കേട്ടോ. അടുത്തത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി നമുക്ക് അധികം വേണമെന്നില്ല, ഒരു 1.5 ടീസ്പൂണൊക്കെ മതി മഞ്ഞൾപ്പൊടി കേട്ടോ. മുളക് പൊടിയുടെ അത്ര ഒന്നും നമുക്ക് മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ഒരു 1.5 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി മതി. അടുത്തത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഒരു 3-4 മൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കാരണം വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. വെള്ളമൊന്നും ആഡ് ചെയ്തതുകൊണ്ട് നമുക്ക് വിനാഗിരി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വിനാഗിരി മാത്രം നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3-4 മൂടി ഒഴിച്ച് കൊടുക്കാം, അപ്പോഴേ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നമുക്ക് കുഴച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്നും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് വറക്കാൻ കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി, അപ്പോൾ ഞാൻ ഇടയിൽ കൂടെ കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു. 3-4 ടീസ്പൂൺ ഉപ്പിടാം കേട്ടോ. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇടാം. മസാല കുഴച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല കളറായി വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ലപോലെ എരിവ് പിടിക്കുന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, കുഴച്ച് വെച്ചതിന് ശേഷം. അപ്പോഴേ നല്ലോണം എരിവ് പിടിക്കുകയുള്ളൂ. നല്ലപോലെ മസാല പിടിക്കണം. അപ്പം നല്ലപോലെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് മസാല ഇങ്ങനെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം മസാല പിടിക്കണം, എന്നാലേ നമുക്ക് ആ ഇത് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇപ്പോൾ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്, മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല റെഡ് കളറായിട്ടുണ്ട്. എല്ലാ മസാല മുഴുവൻ ചേർത്തിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ അതിൽ നിൽക്കുന്നത്. ഇപ്പം നല്ലപോലെ മസാല ആയിട്ടുണ്ട്. നമുക്കത് കുറച്ച് നേരം മൂടി വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം വറക്കാം കേട്ടോ. കണ്ടില്ലേ ഇപ്പം നല്ല രസമായിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ ശേഷം ഞാൻ വറക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് വറക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മീനെടുത്ത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്, നല്ലപോലെ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ കൊമളകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീനിടാം. മീനിങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. അതൊക്കെ മറിച്ചും തിരിച്ചിട്ട് നമുക്ക് തിന്നാം. ഞാനത് മറിച്ചും തിരിച്ചിട്ട് ചട്ടിയിലെടുത്ത് മാറ്റിയത് മാത്രമേ ഓർമ്മയുള്ളൂ. മീനൊക്കെ വേഗം ചടപടയും ഞങ്ങൾ അകത്താക്കി. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.